നമസ്കാരം. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുന്നവർക്ക് പരിചിതമായ ഒരു മുഖമാണ് റീന തോമസിന്റെ. അവർ താമസിക്കുന്ന അമേരിക്കയിലാണ്. ആദ്യമൊക്കെ ഒരു തരം ടിക്ടോക്കിൽ ഒരു തരം കളിയാക്കുന്ന ഒരു വെറുപ്പിക്കൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് വന്നത്. അതിനുശേഷം അവരവരുടെ ജീവിത അനുഭവം പങ്കുവച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു സ്വന്തം ജീവിതം അനുഭവിക്കുന്നവർക്ക് മാത്രമേ മറ്റു കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തൊരു വഴിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്, അവർ തിരഞ്ഞെടുത്തൊരു വഴിയാണ് ടിക്ടോക്കും US-ലെ ജീവിതവും അതുവഴിയുള്ള സന്തോഷവും ഒക്കെ. അങ്ങനെ ഒരുപാട് കാലമായിട്ട് വൈറലായിരുന്നു. ചിലർ അതിനെ പല തരത്തിലെത്തുന്നു. ഒരു ഡീസൻ്റ് ആയ രീതിയിലല്ല വീഡിയോ ചെയ്യുന്നത് എന്നായിരുന്നു ആദ്യമൊക്കെ വന്ന പരാതികൾ. അപ്പം ഇപ്പം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രഞ്ജിമാർ, നമുക്കറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം നമുക്ക് ഒരുങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നമുക്ക് പ്രിയപ്പെട്ട രഞ്ജിമാർ റിയ ഒരുക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു അല്ലെങ്കിൽ നന്നായി കഴിവുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഒരു മുഖം എത്രത്തോളം മാറുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റിമി ടോമി എങ്ങനെയായിരിക്കും അതുപോലെയാക്കി റീനയെ. ഇത് ഒരു ഫംഗ്ഷന് വെച്ചിട്ടാണ് രഞ്ജിമാർ അവരെ ഒരുക്കാൻ പോകുന്നത്. ഒരു മഞ്ഞ കളർ സാരിയും ഒരു കറുത്ത ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു ബ്രൈഡലിൻ്റെ ഒരു ലുക്കിൽ ഒരു ഇട്ടിട്ട് ഇരിക്കുന്നു. ആ ഫോട്ടോ കണ്ടവർക്ക് ആർക്കും ആദ്യം മനസ്സിലായില്ല ഇത്. പക്ഷേ എത്രത്തോളം കരവിരുത് അല്ലെങ്കിൽ കഴിവുണ്ട് രഞ്ജുവിനെന്നുള്ളതും ഒരു ബാഹ്യ സൗന്ദര്യം നമുക്ക് എത്രത്തോളം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതും, സൗന്ദര്യമൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അത് എങ്ങനെ വേണോ ഒരുക്കിയെടുക്കാം. ജെനറ്റിക്കലി എങ്ങനെയായാലും സൗന്ദര്യം നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു റീനയുടെ മേക്കപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീനയെ കണ്ടിട്ടുള്ളവർക്കറിയാം റീന എങ്ങനെയാണ്. കാര്യം റീന മേക്കപ്പ് ഒന്നും ചെയ്തിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഓവർ മേക്കപ്പ് എന്ന് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഷൂട്ട് ചെയ്യുന്ന മേക്കപ്പ് അല്ല ചെയ്യാറ്. പക്ഷേ ഒരു ബ്രൈഡിനെ പോലെ ഒരുക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ റീന ഒതുങ്ങിപ്പോയി. ഒരു നാണം കുടുങ്ങിയ ലുക്കിൽ നാളിച്ച് നിൽക്കുന്ന ഒരു ബ്രൈഡിൻ്റെ ലുക്കിലാണ് രഞ്ജു ഒരുക്കിയത്. എന്തായാലും രഞ്ജു വേറെ ഒരുപാട് പേരെ ഒരുക്കി, ബോളിവുഡ് വരെ പോയി ഒരുപാട് പേരെ ഒരുക്കി നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയൊരു ആഡംബര വിവാഹം തന്നെ ഇത്രയും കണ്ട് ആരതി നായർ, ഡോക്ടർ ആരതി നായരുടെ നടത്തുന്നത് വഴിയാണ് രഞ്ജിമാർ ഇത്രയും ഫേമസ് ആവുന്നത്. അതിന് മുമ്പ് ഫേമസ് ആണ്, പക്ഷേ ഈ ബ്രൈഡ്സിനെ ഒരുക്കി ഇത്രയധികം ഫേമസ് ആവുന്നത് അതുവഴിയാണ്. ഇപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഗംഭീരമായിട്ട് രഞ്ജി ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരുപാട് പ്രാവശ്യം യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ കളിയാക്കൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ താഴെയുള്ള കമൻസ് വായിച്ചാൽ അറിയാം എത്രത്തോളം ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണെന്ന്. കാര്യം റെമി ടോമിയെ പോലെ തികച്ചും അത് റെമി ടോമിയുടെ ലുക്കിൽ തന്നെയായിരുന്നു. ഇപ്പോൾ രഞ്ജി പറഞ്ഞ ആ മേക്കപ്പിൻ്റെ ആ കഴിവിനെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്.